കേരളത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന LDF ഇടതുപക്ഷം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ ഉടനീളം ഇല്ലാതായിരിക്കുന്നു. അതായത് ഭരണമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ കേരളം പോലെ തന്നെ ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ത്രിപുര. ആ ത്രിപുരയിൽ ഇപ്പോൾ ഇടതുപക്ഷം വീണ്ടും തോൽവി അറിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നിരിക്കുന്നത്. അതായത് കേരളത്തിലെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുപോലെ തന്നെ ത്രിപുരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ ത്രിപുരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റ് തുന്നൻ പാടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വിശദമായി പറയുകയാണെങ്കിൽ ത്രിപുര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP വമ്പൻ വിജയം നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ധർമ്മനഗർ നിയമസഭാ മണ്ഡലത്തിലെ BJPയുടെ വിജയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. ഈ ഒരു വിജയം വലിയ തോതിൽ തന്നെയാണ് BJP ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുന്നത് തന്നെ. അതായത് പശ്ചിമ ബംഗാളിലെയും അസമിലെയും BJPയുടെ വിജയം പോലെ തന്നെ വടക്കൻ ത്രിപുരയിലെ ധർമ്മനഗർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ BJP മികച്ച വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ത്രിപുരയിലെ ഭരണകക്ഷിയായിട്ടുള്ള BJP ഈ ഒരു വിജയം വലിയ തോതിൽ ആഘോഷമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി മണിക് സാഹയും മന്ത്രിമാരും പാർട്ടി നേതാക്കളും അഗർത്തലയിൽ വിജയാഘോഷ യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. CPIM സ്ഥാനാർത്ഥിയായിട്ട് നിന്ന അമിതാഭ ദത്തയെ 18,000 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ജഹർ ചക്രവർത്തി ധർമ്മനഗർ സീറ്റ് നിലനിർത്തുകയായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ജഹർ ചക്രവർത്തി 18,000 വോട്ടുകൾക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ധർമ്മനഗർ സീറ്റ് നിലനിർത്തുകയും ചെയ്തു. മത്സരത്തിൽ ചക്രവർത്തിക്ക് 24,009 വോട്ടുകളാണ് ലഭിച്ചത്. CPIM സ്ഥാനാർത്ഥി അമിതാഭ ദത്തയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ചായൻ ഭട്ടാചാര്യയും ചേർന്ന് 11,860 വോട്ടുകളാണ് നേടിയത്. മത്സരരംഗത്തുണ്ടായിരുന്ന മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവച്ച പണം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ ഡിസംബറിൽ നിയമസഭാ സ്പീക്കർ ബിശ്വബന്ധു സെന്നിൻ്റെ മരണത്തെ തുടർന്നാണ് ധർമ്മനഗർ സീറ്റ് ഒഴിവ് വന്നത്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ചായൽ ഭട്ടാചാര്യ. എന്നിരുന്നാലും സഖ്യം തകർന്നതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ വെവ്വേറെ മത്സരിക്കുകയായിരുന്നു. 2018 ത്രിപുരയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഉപതെരഞ്ഞെടുപ്പുകളിലോ ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലോ ഇതുവരെയായിട്ടും ത്രിപുരയിൽ പരാജയപ്പെട്ടിട്ടില്ല. ഭരണകക്ഷിയുടെ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നിലെ കാരണങ്ങളായി സമ്മർദ്ദതന്ത്രങ്ങൾ, സർക്കാർ യന്ത്രങ്ങളുടെ ദുരുപയോഗം, ഭീഷണിപ്പെടുത്തൽ എന്നിവയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ വികസനക്ഷേമ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് BJP ഈ ആരോപണങ്ങളൊക്കെ തന്നെയും നിഷേധിക്കുന്നത് തന്നെ. എന്തായാലും ത്രിപുരയിൽ ഇപ്പോൾ BJP വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടിയിരിക്കുകയാണ്. ഇടതുപക്ഷം എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് വീണ്ടും ഒരു പരാജയം ത്രിപുരയിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ.